ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം കപില ഉപദേശം തൃതീയ സ്കന്ധം 29-ാമത്തെ അധ്യായം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 28-ാമത്തെ അധ്യായം വരെ കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. കപില ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ജീവൻ മുക്തയാകുവാനുള്ള ഉപദേശങ്ങൾ സാഖ്യം, യോഗം തുടങ്ങിയവയാണ് ഉപദേശിച്ചു കൊടുത്തത്. സാഖ്യം പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് പുരുഷനിലൂടെ പ്രകൃതി ഉണ്ടായതും ആ പ്രകൃതിയും പുരുഷനും ഒന്നിച്ചു ചേർന്ന് ഇവിടെ പ്രപഞ്ച സൃഷ്ടി ചെയ്തിരിക്കുന്നത് എന്നാണ് സാഖ്യം. യോഗശാസ്ത്രം, അഷ്ടാംഗ യോഗം, അത് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വളരെ വിശദമായി പറഞ്ഞിരുന്നു. അത് കേൾക്കാത്തവർ 2 ഭാഗങ്ങളായിട്ടുണ്ട്. അത് മുഴുവൻ കേൾക്കണം. നിങ്ങൾക്ക് ഭക്തിയുടെ ഉയർന്ന മേഖലകളിലേക്ക് എത്തുവാൻ, ഈശ്വരനെ ശരിയായിട്ട് മനസ്സിലാക്കുവാൻ, ഭഗവാൻ നിശ്ചയിക്കുന്ന വഴി ഏതെന്ന് മനസ്സിലാക്കുവാൻ ഈ ഭാഗങ്ങളൊക്കെ വളരെ പ്രയോജനം ചെയ്യും. അഷ്ടാംഗ യോഗങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇവ ഓരോന്നും എന്താണെന്ന് വളരെ വിശദമായിട്ട് തന്നെ വിവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഭാഗങ്ങളിൽ. ഇനിയും ഭക്തിയും ഭഗവാനാകുന്ന കാലത്തിൻ്റെ പ്രഭാവം ജീവികളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാഗവുമാണ് ഇന്ന് ഭഗവാൻ വിവരിക്കുന്നത്. അമ്മ ഭഗവാനോട്, അതായത് തൻ്റെ മകനായ കപില വാസുദേവനായ ശ്രീഹരി നാരായണനോട് ചോദിക്കുകയാണ്, അവിടുന്ന് ഉപദേശിച്ച് തന്നതായ സാഖ്യവും യോഗവും പ്രായോഗികമായി തീരണമെങ്കിൽ ഈ സാഖ്യത്തെക്കുറിച്ചും സാഖ്യശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ അഷ്ടാംഗ നിയമങ്ങളെക്കുറിച്ചും യോഗത്തെക്കുറിച്ചും ഒക്കെ അത് പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം സംഭവിക്കണമെങ്കിൽ മനഃശുദ്ധി വേണ്ടയോ ഭഗവാനെ? മനഃശുദ്ധിയല്ലേ എല്ലാറ്റിൻ്റെയും മൂലാധാരം എന്ന് ചോദിക്കുന്നു. നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് മാത്രമേ മനസ്സ് ശുദ്ധമായി തീരുകയുള്ളൂ. ഭഗവാനിൽ അടിയുറച്ച പ്രേമം വർദ്ധിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ മനസ്സിനെ കഴുകി ശുദ്ധമാക്കുന്നത്. ഭഗവത് ഭക്തിയിലേക്ക് എത്ര അടുക്കുന്നോ, എത്ര ആ ഭക്തി ഹൃദയത്തിൽ നിറയുന്നോ, അതിനനുസരിച്ച് ഒരു മനസ്സിനെ കഴുകിയെടുക്കുവാനുള്ള ഒരു വിശേഷപ്പെട്ട ലായനി പോലെ ആ ഭക്തി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് പരിവർത്തനപ്പെടുത്തി മനസ്സിനെ ശുദ്ധീകരിക്കും. മനസ്സ് കഴുകിയെടുക്കുവാനുള്ള ഒരു ശരിക്കും വാഷിംഗ് പൗഡറാണ് ഭക്തി എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയിലാണോ അത് നിരന്തരം വർദ്ധിക്കുന്നത്, അതനുസരിച്ച് അവരുടെ മനസ്സ് ശുദ്ധമായി തീരും. നമ്മൾ മറ്റുള്ളവരോടെല്ലാം നമ്മൾ പറയും നമ്മളെപ്പോലെ മനഃശുദ്ധി ഉള്ളവരായിരിക്കണം എല്ലാവരും എന്ന്. പക്ഷേ മനഃശുദ്ധി എന്ന വാക്കിന് പോലും ഉച്ചരിക്കാൻ നമുക്കാർക്ക് യോഗ്യതയില്ല. യഥാർത്ഥത്തിൽ ഭഗവാൻ പറയുന്ന ശുദ്ധമായ മനസ്സിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇതൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഭക്തിയിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിയെന്നും നമുക്കെല്ലാം അറിയാമെന്നൊക്കെ നാം വെറുതെ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അറിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ആരുമല്ല, ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ, അറിഞ്ഞതൊന്നുമില്ല. അറിയാത്തതാണ് എല്ലാം കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ വളരെ ഉപരിപ്ലവമായിട്ട് ഉപരിതലത്തിലൂടെ എന്തൊക്കെയോ ഭക്തി സാധനങ്ങളൊക്കെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും യഥാർത്ഥ ഭക്തിയല്ല എന്ന് ഭഗവാൻ തൻ്റെ വാക്കുകളിലൂടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഭക്തി യോഗത്തിൻ്റെ സ്വരൂപത്തെ എനിക്ക് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്നമ്മ പറയുകയാണ്. എന്തിനാണ്? തൻ്റെ മനസ്സിനെ കഴുകി ശുദ്ധമാക്കുവാൻ വേണ്ടി. വൈരാഗ്യമില്ലാതിരിക്കുന്ന കാലത്തോളം സാഖ്യവും യോഗവും ഭക്തിയും ഉണ്ടാകില്ല. വൈരാഗ്യമില്ലാതെ വരുന്ന കാലത്തോളവും, ആ വൈരാഗ്യം എപ്പോഴാണോ മനസ്സിന് സംഭവിക്കുന്നത് അപ്പോൾ മാത്രമേ സാഖ്യശാസ്ത്രവും യോഗവും അഷ്ടാംഗ യോഗവും ഭക്തിയും എല്ലാം ഉണ്ടാവുകയുള്ളൂ. അതിനാൽ വൈരാഗ്യം ഉണ്ടാകാനായി കാലത്തിൻ്റെ പ്രഭാവത്തെയും ജീവന്റെ സംസാരഗതിയെയും എനിക്ക് ഉപദേശിച്ചു തരുവാൻ കാരുണ്യമുണ്ടാകണം. അപ്പോൾ വൈരാഗ്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ജീവന്റെ സംസാരഗതിയെയും കാലത്തിൻ്റെ പ്രഭാവത്തെയും എനിക്ക് ഉപദേശിച്ചു തരുവാൻ ഭഗവാനോട് അമ്മ അപേക്ഷിക്കുകയാണ്. ഇങ്ങനെയുള്ള ദേവഹൂതിയുടെ അപേക്ഷയെ അഭിനന്ദിച്ചുകൊണ്ട്
കാരുണ്യത്തോടെ മഹാമുനിയായ കപില ഭഗവാൻ അമ്മയോട് പറയുകയാണ്, അമ്മേ, ഭക്തിയോഗം പല വിധത്തിലുണ്ട്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവത്തിൽ മാറ്റം കാണപ്പെടുന്നത് പോലെ ഭക്തിയോഗത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ സത്വരജസ് തമോ ഗുണങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് തമോ ഗുണമുള്ള ആള് വളരെ ക്രൂരമായ രീതിയിൽ അല്ലെങ്കിൽ ബലി അതുപോലെയൊക്കെയുള്ള വലിയ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഈശ്വര ആരാധന നടത്തുന്നത്. രജോ ഗുണക്കാരും സത്വഗുണക്കാരും എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലാണ് ഭക്തിയെ സമീപിക്കുന്നത്. അപ്പോൾ ഈ ഗുണങ്ങൾ പോലെ തന്നെ ഭക്തിയും വ്യത്യസ്തമാണ്. ഒരാളുടേതുപോലെയല്ല മറ്റൊരാളുടെ ഭക്തി. അന്യന് ഉപദ്രവം ഉണ്ടാകണം എന്ന് കരുതിയോ, താൻ ഭക്തനാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ, മറ്റുള്ളവരോടുള്ള മത്സരം കൊണ്ടോ, താൻ ശരീരമാണെന്നും ഈശ്വരനാണെന്നും തന്നെ ശരീരഭേദഭാവനയോടുകൂടിയുള്ള ഈശ്വരനെയാണ് ഭജിക്കേണ്ടതെന്നും ഒക്കെ കരുതുന്ന ഭക്തരുണ്ട്. ഭഗവാൻ വ്യത്യസ്തരായ ഭക്തരെ കുറിച്ച് പറയുകയാണ്. ഒരാളുടെ ഭക്തി പോലെയല്ല അടുത്തൊരാളുടെ ഭക്തി. അന്യന് ഉപദ്രവം ഉണ്ടാവണം എന്ന് കരുതിയോ, അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ പോയി എന്തെങ്കിലും വഴിപാട് കഴിക്കുക, മറ്റുള്ളവരുടെ ഉയർച്ചയെ തടയാൻ വേണ്ടി മാത്രം വ്രതമെടുക്കുകയോ അല്ലെങ്കിൽ നേർച്ച കാഴ്ചകളോ അല്ലെങ്കിൽ നാമജപങ്ങളോ ഒക്കെ നടത്തുക, അങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്തിയാണ് ചിലർ ചെയ്യുന്നത് എങ്കിൽ, മറ്റു ചിലർ താൻ ഭക്തനാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാഷായമണിഞ്ഞും കുറിയണിഞ്ഞും മാലയൊക്കെ ധരിച്ചും ഞാനൊരു ഭക്തനാണ്, ഭക്തിയുടെ മറവിൽ പലതും ചെയ്തു കൂട്ടുന്നു ചിലർ. മറ്റു ചിലർ മത്സരം കൊണ്ട് ഭക്തരായിട്ട് മാറുന്നു. ഒരാൾ ഭക്തിയിൽ ലയിച്ചിരുന്ന് അവർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് പലതും അപ്രാപ്യമായ പലതും പ്രാപ്യമാകുന്നത് കണ്ടിട്ട് അതുപോലെ ഞാനും ചെയ്യാൻ തുടങ്ങിയാൽ എനിക്കുമെല്ലാം കിട്ടും എന്ന് കരുതിക്കൊണ്ട് മത്സര ബുദ്ധിയോടുകൂടി ചിലർ ഭക്തിയെ അല്ലെങ്കിൽ ഈശ്വരനെ സമീപിക്കുന്നു. ഇല്ലേ, നിങ്ങളൊരു കഥ ചെറിയ പാഠത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഏകാദശി നോറ്റ കാക്കയുടെ കഥ എന്ന് പറഞ്ഞതുപോലെ ഒരാൾ ഭക്തിയുടെ ഒരു പാരമ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയോ ഈശ്വരാനുഗ്രഹങ്ങൾ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ അതുപോലെ ഞാനും അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കും കിട്ടും എന്ന് കരുതുന്നത് ഒരു വിഡ്ഢിത്തമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഭഗവാന്റെ അനുഗ്രഹം വീഴണമെങ്കിൽ ചൊരിയണമെങ്കിൽ ആ മനസ്സാകുന്ന പാത്രം ശുദ്ധമാകണമെങ്കിൽ അവിടെ ഭക്തി നിറയണം. ഭക്തി നിറയണമെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ വേണം. ഭഗവാൻ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ ഭഗവാനിലേക്കുള്ള ആ ഭക്തിയുടെ വാതിൽ തുറന്നു കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റ് ചിലർ ഞാൻ ശരീരമാണ് എന്ന്, ആ ഒരു ശരീരമാണെന്നും ഈശ്വരനും തന്നെ പോലെ ശരീരം മാത്രനായ ഒരു വ്യക്തിയാണെന്നും കരുതിക്കൊണ്ട് ക്രോധത്തോടും ഭാവനയോടും കൂടി ഈശ്വരനെ ഭജിക്കുന്നവർ താമസ ഭക്തരാണ്. അപ്പോൾ ഈ പറഞ്ഞ പല വിധത്തിലുള്ള ഭക്തി, മത്സരം കൊണ്ടുള്ള ഭക്തി, മറ്റുള്ളവരെ ദ്രോഹിക്കുവാനുള്ള ഭക്തി, ഈശ്വരൻ തന്നെ പോലെ തന്നെ ഒരു ശരീരമാണെന്ന് കരുതി ഈശ്വരനെ ഭജിക്കുവാനുള്ള ഭക്തി, മറ്റുള്ളവർ ഭജിക്കുന്ന കണ്ടിട്ട് മാത്സര്യ ബുദ്ധിയോടുകൂടി ഭജിക്കുക, ഇതെല്ലാം താമസ ഭക്തിയാണ്, താമസ ഗുണക്കാരുടെ ഭക്തിയാണെന്നാണ് ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്നത്. വിഷയസുഖങ്ങൾ, ഐശ്വര്യം, കീർത്തി മുതലായവയെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ജീവനാണ്, ഈശ്വരൻ എന്നിൽ നിന്നും ഭിന്നനാണ് എന്ന ഭാവത്തോടുകൂടി വിഗ്രഹാദികളിൽ ഭഗവാനെ ആരാധിക്കുന്നവൻ രാജസഭക്തനാണ്. അപ്പോൾ താമസഭക്തന്റെ ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി രാജസഭക്തനാണ് വിഷയസുഖങ്ങൾ, ഭൗതിക സുഖങ്ങളെല്ലാം. പിന്നെ ഭൗതിക സുഖങ്ങളിൽ വരുമ്പോൾ ഐശ്വര്യം ഏറ്റവും പ്രധാനമല്ലേ. ഐശ്വര്യം വേണം, സൽകീർത്തി, ഞാൻ കീർത്തിമാനാവണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരു ജീവനാണെന്നും ശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും എന്ന ഭാവത്തോടുകൂടി വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചിട്ട് അങ്ങനെ കാര്യങ്ങൾ സാധിക്കുന്ന ഭക്തന്മാരുടെ ഭക്തി രാജസ ഭക്തിയാണ്, രജോ ഗുണ ഭക്തിയാണ്. അപ്പോൾ തമോ ഗുണവും കഴിഞ്ഞ് രജോ ഗുണവും കഴിഞ്ഞ് കർമ്മങ്ങൾ ക്ഷയിക്കണമെന്നോ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യണമെന്നോ വിചാരിച്ചുകൊണ്ട് താൻ ആത്മാവാണ്,
പരമാത്മാവായ ഈശ്വരനിൽ നിന്ന് ഭിന്നനാണ് എന്ന ചിന്താഗതിയോടെ ഈശ്വര ഭജനം ചെയ്യുന്നവൻ സാത്വിക ഭക്തനുമാണ്. അപ്പോൾ സാത്വിക ഗുണമുള്ള സത്വഗുണമുള്ള ഭക്തന്റെ ലക്ഷണമാണ് പറഞ്ഞത്. കർമ്മങ്ങൾ ക്ഷയിക്കണമെന്നോ അത് കർമ്മനാശം വരണമെന്നോ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യണമെന്നോ വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നു. എങ്കിലും താൻ ആത്മാവാണ്, പരമാത്മാവായ ഈശ്വരൻ തന്നിൽ നിന്ന് ഭിന്നമാണെന്ന് ചിന്തിക്കുന്നു. താൻ ആത്മാവാണ്, പക്ഷെ മറ്റെങ്ങോ ആണ് പരമാത്മാവ് കുടികൊള്ളുന്നത്. എന്നിലിരിക്കുന്ന ആത്മാവും പരമാത്മാവും തമ്മിൽ ബന്ധമില്ല എന്ന് കരുതിക്കൊണ്ട് ഈശ്വരാർപ്പണമായി എവിടെയോ ഇരിക്കുന്ന ഈശ്വരന് പരമാത്മാവിന് വേണ്ടി ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഓരോ കർമ്മങ്ങളും ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യുകയും ആത്മാവാണ് ഞാനെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ പരമാത്മാവ് എന്നിൽ നിന്നും ഭിന്നമാണെന്നും ചിന്തിച്ചുകൊണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ആൾ സ്വാത്വിക ഭക്തനാണ്. ആ ഭക്തിയിലൂടെ ഉയർന്നുയർന്ന തലങ്ങളിലേക്ക് എത്തുമ്പോൾ, ഉയർന്ന ലെവലുകളിലേക്ക് എത്തുമ്പോൾ ഈ ഞാൻ ആത്മാവും പരമാത്മാവ് എന്നിൽ നിന്ന് ഭിന്നനും എന്നുള്ള ചിന്ത മാറി രണ്ടും ഒന്നാണെന്നുള്ള തലത്തിലേക്ക് ഈ സാത്വിക ഗുണ ഭക്തൻ എത്തിച്ചേരുക തന്നെ ചെയ്യും. തീരെ ഭക്തി ഇല്ലാത്തതിനേക്കാൾ താമസഭക്തിയും അതിനേക്കാൾ രാജസഭക്തിയും അതിനേക്കാൾ സാത്വിക ഭക്തിയും കൂടുതൽ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഒരു ഭക്തിയും ഇല്ലാത്തതിനേക്കാൾ താമസന്മാരുടെ ആദ്യം പറഞ്ഞ ആ വിഭാഗക്കാരുടെ ഭക്തി ശ്രേഷ്ഠമാണ്. എന്നാൽ അതിനേക്കാൾ രാജസഭക്തി ശ്രേഷ്ഠമാണ്. എന്നാൽ ഇത് രണ്ടിനേക്കാൾ ശ്രേഷ്ഠമാണ് സാത്വിക ഗുണമുള്ളവരുടെ ഭക്തി. പക്ഷേ ഈ 3 വിധ ഭക്തി കൊണ്ടും ഈശ്വരപ്രാപ്തി സാധിക്കില്ല. ഈ 3 വിധം ഭക്തി പറഞ്ഞു, എന്നാൽ ഈശ്വരലബ്ധി അവിടെ എങ്ങും സാധിക്കില്ല. നമ്മൾ കരുതും ഇത്രയൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ഈശ്വരൻ നമുക്ക് പ്രാപ്യമാണ്, എൻ്റെ സാക്ഷാത്കാരം നമുക്ക് ലഭിക്കുമെന്ന്. പക്ഷെ ആയില്ല. ഈശ്വരൻ നിർഗുണനാണ്. അതിനാൽ നിർഗുണ ഭക്തി കൊണ്ട് മാത്രമേ ഈശ്വരനെ പ്രാപിക്കുവാൻ കഴിയൂ. സഗുണഭക്തിയാണ് നമ്മൾ ഈ പറഞ്ഞ വിഗ്രഹങ്ങളിലും പൂജകളും വഴിപാടുകളും ഒക്കെ എല്ലാം ചെയ്യുന്നത്. സഗുണഭക്തിയാണ്. ഭഗവാൻ നിർഗുണനാണ്, ത്രിഗുണങ്ങൾക്കും അതീതനാണ്. അപ്പോൾ നിർഗുണ ഭക്തി കൊണ്ട് മാത്രമേ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത്, നമ്മൾ ഭക്തിയുടെ യഥാർത്ഥ വഴികളെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ മാത്രമേ നാം എങ്ങും എത്തിയില്ല എന്ന് മനസ്സിലാവുകയുള്ളൂ. ഈശ്വരനായ എൻ്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ കേൾക്കുന്ന മാത്രയിൽ സർവ അന്തര്യാമിയും പ്രകൃതി പുരുഷന്മാർക്ക് അതീതനുമായ പുരുഷോത്തമനും തന്നിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്നവനുമായ എന്നിലേക്ക് ഗംഗാനദി സമുദ്രത്തിലേക്ക് എന്ന പോലെ മനസ്സ് നിരന്തരം പ്രവഹിക്കാറായി തീരുമ്പോഴാണ് നിർഗുണ ഭക്തിയുടെ ലക്ഷണം ആരംഭിക്കുന്നത്. അതായത് എൻ്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ കേൾക്കുന്ന മാത്രയിൽ, അതായത് ഭഗവാൻ തന്നെ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഭഗവാനായ എൻ്റെ ഭക്തന്മാരോടുള്ള വാത്സല്യവും ഭക്തവാത്സല്യ ഗുണങ്ങളൊക്കെ കേൾക്കുന്ന മാത്രയിൽ എല്ലാവരിലും അന്തര്യാമിയായിരിക്കുന്ന ഞാൻ പ്രകൃതി പുരുഷന്മാർക്ക് അതീതനായ പുരുഷോത്തമനാണ് ഞാനെന്ന് മനസ്സിലാക്കുക. തന്നിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്നവനാണ്, അതായത് ഓരോ വ്യക്തിയിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനാണ് ഞാനെന്ന് മനസ്സിലാക്കുക. ഗംഗാനദി സർവപാപങ്ങളും കഴുകിക്കളയുന്ന ആ ഗംഗാതീർത്ഥം സമുദ്രത്തിലേക്കെന്ന പോലെ മനസ്സ് നിരന്തരം പ്രവഹിക്കാറായി തീരുമ്പോൾ, എന്നിലേക്ക് മനസ്സ് നിരന്തരം പ്രവാഹം ചെയ്യുമ്പോഴാണ് നിർഗുണ ഭക്തിയുടെ ലക്ഷണം. അപ്പോൾ ഭഗവാനിലേക്ക് മാത്രം ശ്രദ്ധ വന്ന് അതിലേക്ക് നിരന്തരം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ ഓർക്കുകയും എല്ലായ്പ്പോഴും മനസ്സ് മറ്റു കർമ്മങ്ങളിൽ നിന്ന് വിടുതൽ വന്നാൽ വേഗം മനസ്സ് ഭഗവാനിലേക്ക് ലയിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നിർഗുണ ഭക്തിയുടെ ആരംഭം, ആ പ്രവാഹം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മൾ നിർഗുണ ഭക്തിയിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മുടെ ഭക്തിയുടെ ലെവൽ എവിടാണ്? നമ്മൾ സഗുണ ഭക്തരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും. നിർഗുണ ഭക്തിയിലേക്ക് വരുവാൻ ഇനി എത്ര കാലം പിന്നിടണം, എത്ര ജന്മം താണ്ടണം എന്ന് സ്വയം ആലോചിച്ച് നോക്കണം. യാതൊരുവിധ ആഗ്രഹം ഇല്ലാത്തതും ഒന്നുകൊണ്ടും തടസ്സപ്പെടാത്തതുമാണ് ആ ഭക്തി. അങ്ങനെ ഗംഗാപ്രവാഹം സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെയുള്ള ആ മഹാപ്രവാഹത്തിനിടയിൽ യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല.
നിരന്തരം ഭഗവാനിൽ തന്നെയായിരിക്കും മനസ്സ്. അതല്ലാതെ സഗുണഭക്തർക്കാണ് എല്ലാറ്റിനും തടസ്സം വരുന്നത്. നമ്മൾ പറയില്ലേ, നാമം ജപിക്കാനിരിക്കുമ്പോൾ തടസ്സം, സത്സംഗത്തിലേർപ്പെടുമ്പോൾ തടസ്സം, വ്രതം അനുഷ്ഠിക്കുമ്പോൾ തടസ്സം, പാരായണത്തിൽ ഏർപ്പെടുമ്പോൾ തടസ്സം, അങ്ങനെ എല്ലാറ്റിനും തടസ്സം വരുന്നത് സഗുണഭക്തർക്കാണ്. നിർഗുണ ഭക്തിയിലേക്ക് വരുമ്പോൾ മനസ്സൊരിടത്ത് ഉറച്ചു, ഭഗവാൻ അവരെ കൈപിടിച്ചുയർത്തി. ഇനി അവിടെ തടസ്സങ്ങൾ യാതൊന്നുമില്ല, ഒരു തടസ്സവും അവർക്കുണ്ടാവുകയില്ല. വൈകുണ്ഠത്തിലെ വാസമാകുന്ന സാലോക്യം. ഇനി 3 തരം മുക്തികളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. എനിക്ക് വൈകുണ്ഠത്തിൽ ഭഗവാനോടൊപ്പം ഇരിക്കണം, വൈകുണ്ഠവാസിയായി മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഒരാൾ ഭക്തിയിൽ, നിർഗുണ ഭക്തിയിൽ ഏർപ്പെടുന്നതെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഭക്തിയുടെ പേരാണ്, ആ മുക്തിയുടെ പേരാണ് സാലോക്യമുക്തി. 5 തരം മുക്തികളാണുള്ളത്. അത് ഒന്നാമത്തേതാണ് സാലോക്യം. അതായത് വൈകുണ്ഠത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്ന മുക്തിയാണ് സാലോക്യ മുക്തി. ഭഗവാനെ പോലെ തന്നെ അണിമാതി ഐശ്വര്യങ്ങൾ, അണിമ, ഗരിമ, മഹിമ തുടങ്ങിയ വലുതാകാനും ചെറുതാകാനും ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഭഗവാന്റെ സിദ്ധികളുണ്ട്. അത് ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഉള്ള നിർഗുണ ഭക്തിയാണെങ്കിൽ അങ്ങനെയുള്ള മോക്ഷം ലഭിക്കുന്നവർക്ക് പേരാണ് സാഷ്ടി. സാഷ്ടി എന്ന അവസ്ഥ. ആദ്യത്തേത് സാലോക്യം മുക്തി, രണ്ടാമത്തേത് സാഷ്ടി മുക്തി, അതായത് ഐശ്വര്യങ്ങൾ ഭഗവാനെ പോലെ ലഭിക്കുന്ന അവസ്ഥ. അടുത്തത് എൻ്റെ സമീപത്ത് എപ്പോഴും വസിക്കാൻ കഴിയലാകുന്നതാണ് സാമീപ്യം. ഭഗവാന്റെ അടുത്ത് എല്ലായ്പ്പോഴും കഴിയണം. എൻ്റെ ശരീരം വിട്ട് ആത്മാവ് പരമാത്മാവിൽ ലയിക്കുമ്പോൾ ഭഗവാന്റെ കൂടെ എപ്പോഴും കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്ന മുക്തിയാണ് സാമീപ്യമുക്തി. ഇപ്പോൾ 3 തരം മുക്തിയെ ഞാൻ പറഞ്ഞു. സാലോക്യമുക്തി, സാഷ്ടി മുക്തി, സാമീപ്യമുക്തി. ഇത് 3 എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ ഭഗവാനോട് തുല്യമായ രൂപത്തെ പ്രാപിക്കലാകുന്നു സാരൂപ്യമുക്തി. ഭഗവാനെ പോലെ ചതുർഭുജങ്ങളോടുകൂടി ശംഖചക്ര ഗദാപത്മധാരിണിയായി വൈകുണ്ഠത്തിൽ വസിക്കുവാനുള്ള ആ മുക്തിയാണ് സാരൂപ്യം. ഒന്നിനോട് ചേരുന്ന ആ സാരൂപ്യം, ഒന്നിനോട് തന്നെ മറ്റൊന്നായിട്ട് മാറുന്ന, അതായത് ഞാൻ ഭഗവാനായി മാറണം എന്ന് സാരൂപ്യം ലഭിക്കുവാൻ വേണ്ടിയുള്ള മുക്തി സാരൂപ്യമുക്തി. എന്നാൽ എന്നോട് ഏകീഭവിച്ചൊന്നായി തീരുന്നതാണ് സായുജ്യം. അതാണ് പരമമായ സായുജ്യം. ഇതൊന്നും എനിക്ക് ആദ്യത്തെ 4 കാര്യങ്ങളും വേണ്ട. ഭഗവാനിൽ ലയിച്ച് ഭഗവാനും ഞാനും ഒന്നായി തീരുന്ന അവസ്ഥയാണ് സായുജ്യമുക്തി. അതാണ് പൂർണ്ണമായ സായുജ്യം. ഇപ്പോൾ നമ്മൾ 5 മുക്തികളെ കുറിച്ച് പറഞ്ഞു. സാലോക്യമുക്തി, സാഷ്ടി, സാമീപ്യമുക്തി, സാരൂപ്യം, സായുജ്യം. ഇത് 5 എന്താണെന്ന് വ്യക്തമായി മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള 5 വിധ മുക്തികളെ പോലും ഉത്തമ ഭക്തൻ ആഗ്രഹിക്കുകയില്ല. ഈ ഭക്തിയൊന്നും, ഈ മുക്തിയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഇതൊന്നും അല്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഉത്തമനായ ഒരു നിർഗുണ ഭക്തൻ എനിക്ക് മുക്തി വേണമെന്നോ, ഭഗവാനോടൊപ്പം ഇരിക്കണമെന്നോ, ഭഗവാന്റെ ഐശ്വര്യങ്ങൾ എനിക്ക് ലഭിക്കണമെന്നോ, ഭഗവാന്റെ രൂപത്തിൽ എനിക്ക് ജീവിക്കണമെന്നോ, വൈകുണ്ഠത്തിൽ സദാ ഭഗവാനോടൊപ്പം ഇരിക്കണമെന്നോ ഒന്നും ഭഗവാനിൽ ലയിച്ച് അന്തർലീനമായി തീരണം എന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. വെറുതെ ഭഗവാനെ ഭജിക്കുക, വെറുതെ ഭഗവാനെ കുറിച്ച് ഓർക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ, ഉത്തമ ഭക്തൻ ചെയ്യുന്നത്. സദാ എന്നെ സേവിക്കണമെന്ന ഒരാഗ്രഹമേ യഥാർത്ഥ ഭക്തൻ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എന്ത് ഭഗവാനിൽ നിന്ന് കിട്ടും, ഇന്നതെനിക്ക് കിട്ടണം, ഇങ്ങനെയുള്ള യാതൊരു കണ്ടീഷനും ഇല്ല. അൺകണ്ടീഷണലായിട്ടുള്ള ഒരു ഡിവോഷനാണ്, ഡെഡിക്കേഷനാണ് യഥാർത്ഥ ഭക്തന്റെ ഒരു സ്വഭാവം. ഇതാണ് ആത്യന്തികമായ ഭക്തിയും ഇത് തന്നെയാണ്. അങ്ങനെയുള്ള ഭക്തി കൊണ്ട് മാത്രമേ മനസ്സിലെ 3 ഗുണങ്ങളെയും അതിക്രമിച്ച്, അതായത് ത്രിഗുണങ്ങളെ അതിക്രമിച്ച് പരമാത്മാവായ എന്നെ പ്രാപിച്ച് മുക്തനായി തീരുവാൻ കഴിയുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ത്രിഗുണങ്ങളെയും അതിക്രമിച്ച് പരമാത്മാവായ എന്നെ പ്രാപിച്ച് മുക്തനായി തീരണമെങ്കിൽ ഈ പറഞ്ഞ ഒരു മുക്തിയും ആഗ്രഹിക്കാതെ സദാ എന്നെ സേവിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി മാത്രമേ ആ ഭക്തന്റെ മനസ്സിൽ ആകെ ഒരു ചിന്തയുണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഈ ത്രിഗുണങ്ങളെയും കടന്ന്, ഇന്ദ്രിയങ്ങളെയൊക്കെ മുന്നേ തന്നെ വിട്ടു, വൈരാഗ്യമൊക്കെ എപ്പോഴേ സാധിച്ചു കഴിഞ്ഞു. അപ്പോൾ ത്രിഗുണാതീതനായി മാറുമ്പോഴാണ് ഭഗവാന്റെ
ആ ശരിക്കുമുള്ള നമ്മൾ ഭഗവാനെ തീരുകയാണ്, ഗുണാതീതനായി മാറുകയാണ്. അതാണ് ഒരു ഉത്തമ ഭക്തൻ. നമ്മൾ ഈ ഉത്തമ ഭക്തൻ എന്ന് പറയാൻ, നമുക്ക് ഭക്തൻ എന്ന് പറയാൻ പോലും നമ്മുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വല്ല യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. മനസ്സിന്റെ മാലിന്യമാണ് നിർഗുണ ഭക്തിക്ക് തടസ്സം. അപ്പോൾ നിർഗുണ ഭക്തനാകാനുള്ള ഏക തടസ്സം, ഒരു വേലിക്കെട്ട് ആണ് മനസ്സിന്റെ മാലിന്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ നാമജപിക്കും, പ്രാർത്ഥിക്കും, പുരാണ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യും, സത്സംഗങ്ങൾ എവിടെയുണ്ടെങ്കിലും അതിലെല്ലാം കൂടും, എപ്പോഴും കേൾക്കും. പക്ഷെ നമ്മുടെ മനസ്സിന്റെ മാലിന്യം എല്ലാം കൂമ്പാരമായിട്ടിരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരെ ഒരു ദാനം ചെയ്യേണ്ടവർക്ക് ദാനം ചെയ്യാതെയും, ആ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ 1000 രൂപയുടെ വഴിപാട് കഴിച്ചാൽ തൊട്ടടുത്ത് ആരെങ്കിലും നിന്ന് കൈ നീട്ടി എനിക്കൊരു ചായക്ക് പൈസ തരും മോനെ മോളെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാതെ പോകും. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന് വേണ്ടി, അതൊരു ദൈവമാണ്, ആ വിഗ്രഹമാണ് എൻ്റെ ഈശ്വരൻ ഭഗവാൻ, അതിനുവേണ്ടി ഞാൻ എല്ലാം ചെയ്യും. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് മറ്റൊരു വ്യക്തിയും. ആ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന ജീവനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹൃദയഭാഗത്തിരിക്കുന്ന ആ ആത്മ. അത് തന്നെയാണ് വേറൊരാൾ നമ്മുടെ മുന്നിൽ കൈനീട്ടിയിരിക്കുന്ന ആളുടെ ഉള്ളിലുള്ളതും. നമ്മൾ സമ്പത്ത് കുന്നുകൂട്ടുന്നതനുസരിച്ച് അത് ദൈവികമായ കാര്യങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നാം ചെലവഴിക്കുന്നത്. അത് അർഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെടുമോ? അത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഭഗവാൻ ഇഷ്ടപ്പെടണമെങ്കിൽ ഭഗവാന്റെ ഭക്തരെ, ക്ഷേത്രങ്ങളുടെ അരികിൽ വന്നിരിക്കുന്ന ഒരു ഭഗവാന്റെ ഭക്തരാണെന്ന് പറയില്ല, ആ ഭഗവാന്റെ പേരും പറഞ്ഞിരിക്കുമ്പോൾ എനിക്കും കിട്ടുമല്ലോ എന്തെങ്കിലും. ഭഗവാന്റെ ഭക്തരാണല്ലോ ഇവിടെ വരുന്നവർ, അവരുടെ മുന്നിൽ ഞാൻ ചോദിച്ചാൽ കൈനീട്ടിയാൽ അവർ എനിക്ക് എന്തെങ്കിലും തരാതെ പോകില്ലല്ലോ. കാരണം കരുണാമയനായ ഭഗവാനെ കാണുവാൻ വരുന്ന കരുണാർദ്രമായിട്ടുള്ള ഹൃദയമുള്ളവരാണല്ലോ ഭക്തർ എന്ന് ഈ ചോദിക്കുന്നവർക്ക് തോന്നും. അതുകൊണ്ടാണ് അവർ ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവർ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന കാരുണ്യം പോലും നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഭഗവാൻ എവിടെയാണ് വിളങ്ങുന്നത്? തൽക്കാലം നമുക്ക് സമ്പത്തും ഐശ്വര്യമൊക്കെ കാണും, പക്ഷെ അത് നിലനിൽക്കുകയും തലമുറകൾക്ക് ഐശ്വര്യം വരികയൊക്കെ ചെയ്യണമെങ്കിൽ ദാനധർമ്മങ്ങളും അർഹതപ്പെട്ടവർക്കും ഒക്കെ നമ്മൾ ഈശ്വരചിന്ത, ഈശ്വരനെ അറിയുന്ന വ്യക്തികൾക്കാണ് കൂടുതൽ കൊടുക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുമ്പോഴാണ് ഭഗവാൻ അവിടെ ആനന്ദിക്കും, സന്തോഷിക്കും. ആ വ്യക്തിയുടെ രൂപത്തിൽ ഭഗവാൻ ആഹ്ലാദിക്കും. ഏതൊരു ഭഗവത് ഭക്തരെയും സഹായിക്കുമ്പോൾ ആ ഭഗവത് ഭക്തർ കരുതും ഇത് എൻ്റെ കൃഷ്ണനാണ്, എൻ്റെ ഭഗവാനാണ്, എൻ്റെ ഈശ്വരനാണ് ഈ മനുഷ്യൻ, അല്ലെ ഈ എൻ്റെ മുന്നിൽ ഈ സഹായഹസ്തവുമായി വന്നവരെന്ന്. അവരെ ദൈവതുല്യമാണ് അവരുടെ ഹൃദയം ചേർത്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം ആ വ്യക്തിയുടെ ജീവിതത്തെ ഉയർത്തും. അതറിയാതെ എല്ലാവരെയും ദ്രോഹിക്കുകയും ആർക്കും ഒന്നും കൊടുക്കാതെ എല്ലാം എന്റേത് തന്നെയായിട്ടിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന അല്പം ചിന്തയുള്ളവർക്ക് എങ്ങനെയാണ് ഹൃദയത്തിൽ ഭഗവാനെ വയ്ക്കാൻ കഴിയുന്നത്? ഭഗവാൻ ഈ അഖിലാണ്ടങ്ങളുടെയും ബ്രഹ്മാണ്ഡനാഥനാണ്. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡനാഥനായ ഭഗവാൻ എത്ര വ്യാപ്തമാണ് ഭഗവാന്റെ ഹൃദയം. ഇപ്പൊ നമ്മൾ കൊച്ചിലെ തൊട്ട് ഭഗവാനെ ആഗ്രഹിക്കുന്നു, ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു. ഭഗവാൻ ഓരോരോ അനുഗ്രഹങ്ങൾ തരുന്നു. നല്ല വിദ്യാഭ്യാസം തരുന്നു, നല്ല ക്യാരക്ടർ തരുന്നു, നല്ല അച്ഛനമ്മമാരെ തരുന്നു, നല്ല സഹോദരങ്ങളെ തരുന്നു, നല്ല സമൂഹത്തെ തരുന്നു, നല്ല ജോലിയൊക്കെ തരുന്നു, നല്ല കുടുംബം തരുന്നു, നല്ല മക്കളെ തരുന്നു. അങ്ങനെ എന്തെല്ലാം നമുക്ക് നല്ല ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറ്റുള്ളവർക്ക് അല്ലെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നു. ഇങ്ങനെ എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ട് കിട്ടുന്നു, ചോദിക്കാതെയും ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നു. നോക്കിക്കേ, ഒന്ന് പിന്തിരിഞ്ഞു നോക്കൂ. എണ്ണമറ്റ അനുഗ്രഹങ്ങളല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഭഗവാൻ ഇനി നിനക്ക് ഞാൻ അന്ന് തന്നില്ല, ഇനി ഞാൻ തരില്ല എന്ന് പറയുമോ? അതേസമയം നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിക്കുകയോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ അവർ വീണ്ടും ചോദിച്ചാൽ, നമ്മുടെ ബന്ധുക്കളായാലും മറ്റുള്ളവരായാലും നമ്മോട് ചോദിച്ചാൽ അവർക്ക് ദേഷ്യം ഉണ്ടാവും നമുക്ക് കൊടുക്കുന്നവർക്ക്. അന്ന് ഞാൻ തന്നില്ല, അല്ലേ ഇപ്പോൾ ഞാൻ തന്നില്ലേ, അന്ന് അപ്പോൾ അങ്ങനെ സഹായിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ മുഖം കറുപ്പിക്കും, അല്ലേ? അതല്ലേ നമ്മുടെ മനുഷ്യരുടെയൊക്കെ സ്വഭാവം, അല്ലേ? പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ എത്ര പ്രാവശ്യം നമ്മളെ അനുഗ്രഹിക്കുന്നു. മരണത്തിനും അപ്പുറം നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. എന്നാലും ഭഗവാന്റെ അനുഗ്രഹം പോലെ സന്തോഷത്തോടെ നമ്മൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഭഗവത് ഭക്തരാണെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് പോലും അങ്ങനെയുള്ള ആ ഭഗവാൻ നമുക്ക് ചെയ്യുന്ന സന്തോഷം, ആ ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് ചെയ്യാൻ നമുക്ക് തോന്നില്ല. കാരണം നമ്മൾ ഭഗവാന്റെ ഭക്തരാണെന്ന് വെറുതെ പറയുകയാണ്. ഒരു ഭക്തിയും നമുക്കില്ല. ഭഗവത് ഭക്തരാണെങ്കിൽ ഭഗവാന്റെ പോലെയാകും. ഹൃദയം വിശാലമാകും, ശുദ്ധമാകും, നിഷ്കളങ്കമാകും, നിർമ്മലമാകും, ഒരു കുട്ടിയുടെ മാതിരിയാകും. അപ്പോൾ
ഒരു കുട്ടിയോട് നമ്മളൊരു ചോക്ലേറ്റ് ചോദിച്ചു, വീണ്ടും ചോദിച്ചാൽ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന തീരുന്നവരെ നമുക്ക് തരത്തില്ലയോ? അയ്യോ എൻ്റെ തീരും, എനിക്ക് കഴിക്കാനില്ല എന്നൊന്നും ആ കുട്ടി തോന്നത്തില്ല, സന്തോഷത്തോടെ പിന്നെയും തരും. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഭഗവാനും. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ഉള്ളവർ സഹായിക്കാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ വിളങ്ങാൻ തുടങ്ങുന്നത്, അവരിലേക്ക് ഭഗവാൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഈ അഷ്ടരാഗങ്ങളുടെ പിടിയിൽ പെട്ടിട്ട് ആർക്കും ഒന്നും ചെയ്യണ്ട, നമ്മുടെ സമ്പത്ത് കുറയില്ലേ, നമ്മുടെ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടി ഇരുന്നാലല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുള്ള ആ ഒരു ദുഷ്ടബുദ്ധിയോടുകൂടി തന്നെയായിരിക്കും ധാരാളം പേരും കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഒരിക്കലും ഉണ്ടാകില്ല. മനസ്സ് ശുദ്ധമായി തീരണം. അതിനാണ് അമ്മയോട്, ദേവഹൂതിയായ അമ്മയോട് നമ്മൾ ഓരോരുത്തരും കേൾക്കുകയാണ്. എല്ലാവരും അമ്മമാരും അച്ഛന്മാരുമാണ് ഇതൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. നമ്മളെല്ലാവരും ശുദ്ധമാകാനാണ് ഭഗവാൻ കപില വാസുദേവനായി വന്ന് ഉപദേശം തരുന്നത്. ഭഗവാന്റെ നേരിട്ടുള്ള വചനങ്ങളാണിതെല്ലാം. അപ്പോൾ അങ്ങനെ മനസ്സിന്റെ മാലിന്യങ്ങൾ മാറണമെങ്കിൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആ മനോമാലിന്യമാണ് നിർഗുണഭക്തിക്ക് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ നിർഗുണഭക്തി എന്താണെന്ന് നമുക്ക് ആ മനസ്സിന്റെ മാലിന്യങ്ങൾ, നിർഗുണമായിട്ടുള്ള ആ ഭക്തിയെ മനസ്സിൽ ഉറപ്പിക്കുവാൻ, മനോമാലിന്യങ്ങൾ നീക്കുവാനുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് വീണ്ടും പറയുകയാണ്. 5 വിധമുള്ള മുക്തിയെക്കുറിച്ച് പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഭക്തി എങ്ങനെയാണ് യഥാർത്ഥത്തിലൊരു ത്രിഗുണങ്ങൾ, ഓരോ ഗുണത്തിലുമുള്ള ഭക്തരുടെ ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ആ 3 ഗുണങ്ങളിലുമുള്ള ഭക്തരും യഥാർത്ഥ ഭക്തരല്ല, അവരെല്ലാം സഗുണ ഭക്തരാണ്. നിർഗുണമായ ഭക്തി എങ്ങനെ നമുക്ക് സാധിച്ചെടുക്കാം? ആ ഭക്തിയിലൂടെ കടന്നു വരുമ്പോഴേ ഈശ്വരാനുഗ്രഹവും ഈശ്വര അനുകൂലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു. അതിനുശേഷം 5 വിധമുള്ള മുക്തിയെക്കുറിച്ച് പറഞ്ഞു. ഈ മുക്തി ലഭിക്കണമെന്ന് പോലും ആഗ്രഹിക്കാതെ, സായുജ്യം പോലും ലഭിക്കണമെന്ന് ആഗ്രഹിക്കാതെ, എപ്പോഴും ഭഗവത് സേവ ചെയ്തുകൊണ്ട് ഒന്നും ആഗ്രഹിക്കുകയും കാക്ഷിക്കുകയും ചെയ്യാതെ ഭഗവത് സേവ മാത്രം ജീവിതകൃതമാക്കിയെടുത്ത് നിരന്തരമായ ഭഗവത് ചിന്തകളിലൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് നിർഗുണ ഭക്തനായി മാറുന്നത്. ബാക്കിയെല്ലാം വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ഞാൻ ആത്മാവാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ മറ്റൊന്നാണെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം അവരെല്ലാം ഭക്തരാണെങ്കിലും അതെല്ലാം സഗുണ ഭക്തരാണ്. അപ്പോൾ നിർഗുണ ഭക്തന്റെ ലക്ഷണമാണ് ഭഗവാൻ പറഞ്ഞത്. അതിലേക്ക് എത്തുന്നതിന് മനോമാലിന്യം നീങ്ങിയാൽ മാത്രമേ ആ യഥാർത്ഥത്തിലുള്ള നിർഗുണ ഭക്തിയിൽ മനസ്സുറയ്ക്കുവാൻ കഴിയൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ മനസ്സിന്റെ മാലിന്യങ്ങൾക്ക് കാരണം, ആ മാലിന്യമാണ് ആ നിർഗുണ ഭക്തിയിലേക്കുള്ള തടസ്സം. ആ മനോമാലിന്യങ്ങൾ നീങ്ങുവാനുള്ള അനുഷ്ഠാനങ്ങളെ ഇനിയും ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറഞ്ഞു നിർത്തുകയല്ല, ഭഗവാൻ തുടരുകയാണ്. നമുക്ക് ഇവിടം കൊണ്ട് ഇന്ന് ഇത് അവസാനിപ്പിക്കാം. എല്ലാവരും ഏകാദശി വ്രതത്തിൻ്റെ ആ ഒരു ഭക്തിയിൽ, ആനന്ദത്തിൽ, ഈശ്വര അനുഗ്രഹത്തിൻ്റെ ഒരു ആകാംക്ഷയിലൊക്കെ ഇങ്ങനെ കഴിയുകയില്ലേ. ഏകാദശി വ്രതകാലം എന്ന് വെച്ചാൽ ഭക്തരുടെ, വൈഷ്ണവ ഭക്തരുടെ മനസ്സിന് ഏറ്റവും ആനന്ദം കൊടുക്കുന്ന, ഭക്തിസാന്ദ്രമായ ഉന്നതമായ തലങ്ങളിലേക്ക് മനസ്സിനെ ഉയർത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ആ ദിവസങ്ങൾ. എല്ലാവരെയും ഭഗവാൻ വളരെ ഉയർത്തട്ടെ. ഭക്തിയുടെ ഉന്നതമായ ലെവലുകളിലേക്ക് പോകുമ്പോഴേ യഥാർത്ഥ ഭക്തരാരാണെന്നും ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയുന്നത് എന്നുമൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എല്ലാവരെയും അതിനുവേണ്ടി എല്ലാവരുടെയും മനസ്സ് ഭഗവാൻ നിർമ്മലമായ ഭക്തി തന്ന് കഴുകി ശുദ്ധമാക്കിയെടുക്കട്ടെ എന്ന ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ സർവകർമ്മങ്ങളും ഈ ശരീരം തന്ന ദേവിയുടെയും അതിൽ ആത്മാവായി കുടികൊള്ളുന്ന ഹൃദയസ്ഥനായ ആ ഹൃദയ ഗുഹയിലിരിക്കുന്ന ക്ഷേത്രജ്ഞനായ ഭഗവാന്റെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.